യുഎസിൻ്റെ 51ാം സ്റ്റേറ്റാകാൻ കാനഡയെ ക്ഷണിച്ച് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കനേഡിയൻ പൗരന്മാർ അത് ആഗ്രഹിക്കുന്നു. അമേരിക്കയുടെ ഭാഗമായാൽ കനേഡിയൻ പൗരന്മാർക്ക് നികുതി ഭാരം ഉണ്ടാകില്ല. റഷ്യൻ ചൈനീസ് ഭീഷണിയും കാനഡയ്ക്ക് ഉണ്ടാകില്ലെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. കനേഡിയൻ ജനതയുടെ വലിയൊരു വിഭാഗം കാനഡ അമേരിക്കയുടെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ 51ാമത് സ്റ്റേറ്റ് ആകാൻ കാനഡയെ ക്ഷണിക്കുന്നുവെന്നും ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അത്തരത്തിൽ അമേരിക്കയുടെ ഭാഗമായാൽ കനേഡിയൻ പൗരന്മാർക്ക് വലിയ നികുതി ഭാരം ഉണ്ടാകില്ല. മാത്രമല്ല, അമേരിക്ക എന്ന മഹത്തായ രാജ്യത്തിൻ്റെ സുരക്ഷ അവർക്ക് അനുഭവിക്കുകയും ചെയ്യാം. കാനഡയെ വലയം ചെയ്യുന്ന റഷ്യൻ ചൈനീസ് പടക്കപ്പലുകളിൽ നിന്നും പൂർണ്ണമായും ജനത സുരക്ഷിതരായിരിക്കും. മഹത്തായ രാജ്യമാകാൻ പോകുന്ന അമേരിക്കയുടെ നേട്ടം കനേഡിയൻ പൗരന്മാർക്കും ലഭിക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമക്കുറിപ്പിൽ പറയുന്നു. ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി പദം രാജിവെക്കുന്നതിന് തൊട്ടുമുമ്പാണ് ട്രംപിൻ്റെ സമൂഹമാധ്യമ പോസ്റ്റ്. പല വിഷയങ്ങളിലും കാനഡയും അമേരിക്കയും തമ്മിൽ സഹകരണം നിലനിൽക്കുന്നുണ്ട്. ഖാലിസ്ഥാൻ അനുകൂല നിലപാടുകൾ പുലർത്തുന്ന ജസ്റ്റിൻ ട്രൂഡോ ഭരണകൂടം ഭീകരതയുമായി സമരസപ്പെടുന്ന സാഹചര്യവുമാണ് നിലനിൽക്കുന്നത്. ഈ നിലപാടിന്റെ ദുരന്തഫലങ്ങൾ അനുഭവിക്കുന്ന കനേഡിയൻ ജനതയെ കൃത്യമായി സ്വാധീനിക്കാനാണ് ട്രംപിന്റെ നിലപാട്. ഭീകരവിരുദ്ധ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നേതാവാണ് ട്രംപ് എന്നതും ചേർത്ത് വായിക്കുമ്പോഴാണ് സമൂഹമാധ്യമ പോസ്റ്റിന്റെ ലക്ഷ്യം തെളിയുക. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.